പണത്തെ ഭയന്ന് പണം കൈകൊണ്ട് തൊടാതെ കണ്ണടയ്ക്കുന്ന പുണ്യാത്മാക്കൾ ഉള്ളിൽ പണത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന മാനസിക രോഗികളാണെന്ന് ഓഷോ പറയുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ഈ ലോകത്തോടും പണത്തോടും കാണിക്കുന്ന ഈ വെറുപ്പ് യഥാർത്ഥത്തിൽ തലതിരിഞ്ഞ ആസക്തി മാത്രമാണ്. ഈ കാണുന്ന ലോകവും നമ്മുടെ ശരീരവും പാപമല്ല, അത് ദൈവികതയുടെ തന്നെ വിഭജിക്കപ്പെടാത്ത പൂർണ്ണതയാണ്. വിജ്ഞാൻ ഭൈരവ തന്ത്രത്തിലെ 42ാമത്തെ വിദ്യയിൽ ശിവൻ പറയുന്നു, ആദ്യമൊരു ശബ്ദം ഉറക്കെ ഉച്ചരിക്കുക, പിന്നീട് അതിൻ്റെ ഉച്ചശ്രുതി താഴ്ത്തിക്കൊണ്ടുവന്ന് അത് ഉള്ളിൽ മാത്രം കേൾക്കാവുന്ന ഒന്നാക്കി മാറ്റുകയെന്ന്. നമ്മളെപ്പോഴും ജീവിക്കുന്നത് തലച്ചോറിലാണ്. നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിലുകൾ പല ജന്മങ്ങളായി അടഞ്ഞു കിടക്കുകയാണ്. ശബ്ദത്തെ ഒരു പാലമാക്കി മാറ്റി ഹൃദയത്തിലെ വികാരങ്ങളിലേക്ക് തുളച്ചു കയറുവാനുള്ള അത്ഭുത വിദ്യയാണിത്. ശബ്ദം പുറത്തുനിന്നും ഉള്ളിലേക്ക് സഞ്ചരിച്ച് പൂർണ്ണമായി ഇല്ലാതാകുമ്പോൾ അവിടെ ചിന്തകളില്ലാത്ത ഒരു വലിയ മൗനം ജനിക്കും. അമ്മയുടെ ഗർഭപാത്രത്തിൽ എന്ന പോലെ ഒരു വലിയ സുരക്ഷിതത്വവും ഇളം ചൂടും നിങ്ങളുടെ ശരീരം തൊട്ടറിയും. ഏറ്റവും പ്രിയമുള്ളവരെ, ദിവ്യബോധ ചിന്തകളിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. വിജ്ഞാൻ ഭൈരവ തന്ത്രത്തിലൂടെ ഭഗവാൻ ശിവൻ പ്രിയതമയായ പാർവതി ദേവിക്ക് നൽകിയ 112 ധ്യാന മാർഗങ്ങളിൽ അതീവ വിപ്ലവകരമായ ഒരു വിദ്യയെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ശബ്ദത്തെ വെറുമൊരു അക്ഷരക്കൂട്ടമായി കാണാതെ അതിനെ നമ്മുടെ സ്പർശബോധത്തിലേക്കും ഹൃദയത്തിൻ്റെ വികാരങ്ങളിലേക്കും എത്തിക്കുവാനുള്ള 6ാമത്തെ വഴിയാണ് ഭഗവാൻ ഇന്ന് നമുക്ക് കാണിച്ചു തരുന്നത്. ഭഗവാൻ പറയുകയാണ്, ആദ്യമൊരു ശബ്ദത്തെ സ്ഫുടമായി കേൾക്കുന്ന വിധത്തിൽ ഉച്ചരിക്കുക, പിന്നീട് ശബ്ദത്തെ താഴ്ത്തി താഴ്ത്തി കൊണ്ടുവന്ന് അത് നമുക്കുള്ളിൽ മാത്രം കേൾക്കാവുന്ന വിധത്തിലാവുന്നതോടെ ആ വൈകാരിക അനുഭൂതി ഗാഢമായി തീരുകയും മൗനവുമായുള്ള ലയം സാധ്യമാവുകയും ചെയ്യുമെന്ന്. ഈ വിദ്യയുടെ പ്രായോഗികമായ പരിശീലനക്രമത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് തന്ത്രശാസ്ത്രത്തിൻ്റെ വിപ്ലവകരമായ ഒരു കാഴ്ചപ്പാട് നമ്മൾ ഹൃദയത്തിൽ ഏറ്റവും ആഴത്തിൽ ഗ്രഹിക്കേണ്ടതുണ്ട്. കാരണം ഇത് ഗ്രഹിച്ചില്ലെങ്കിൽ താന്ത്രിക ധ്യാനങ്ങളുടെ യഥാർത്ഥ അന്തസത്ത നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. തന്ത്രം നമ്മുടെ ജീവിതത്തെ രണ്ട് മാനങ്ങളായി വിഭജിക്കുകയാണ്. ഒന്ന് സംസാരമാണ്, അതായത് നമ്മൾ ജീവിക്കുന്ന, നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന ഈ ലൗകിക ലോകം. രണ്ടാമത്തത് മോക്ഷമാണ്, അത് മനുഷ്യന് പ്രകടമായി തീരാൻ സാധ്യതയുള്ള പരമമായ അവസ്ഥയാണ്. അത് മറക്കപ്പെട്ട് കിടക്കുന്നതാണെങ്കിലും ഉള്ളിൽ എപ്പോഴും നിലനിൽക്കുന്ന ഒന്നാണത്. എന്നാൽ തന്ത്രശാസ്ത്രത്തിൻ്റെ ഏറ്റവും വലിയ വിപ്ലവം എന്തെന്നാൽ ഈ രണ്ടും തമ്മിൽ യാതൊരുവിധ എതിർപ്പുമില്ലെന്ന് അത് പ്രഖ്യാപിക്കുന്നതാണ്. മറക്കപ്പെട്ട് കിടക്കുന്ന ആ പരമമായ മോക്ഷാവസ്ഥ ഇപ്പോൾ ഇവിടെ നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്തിൽ തന്നെയാണുള്ളത്. ഏറ്റവും അടുത്തുള്ളതും ഏറ്റവും അകലെയുള്ളതും രണ്ട് വ്യത്യസ്ത കാര്യങ്ങളല്ല, ഒരേ അസ്തിത്വത്തിൻ്റെ തന്നെ രണ്ട് വശങ്ങൾ മാത്രമാണ്. നമ്മൾ കാണുന്ന ഭാഗത്തെ നമ്മൾ ലോകമെന്നും നമുക്കറിയാത്ത ഭാഗത്തെ നമ്മൾ മോക്ഷമെന്നും വിളിക്കുന്നു. നമ്മുടെ മനസ്സ് എപ്പോഴും ഒരു പ്രിസം പോലെയാണ് പ്രവർത്തിക്കുന്നത്. ഒരു വെളുത്ത പ്രകാശരശ്മി പ്രിസത്തിലൂടെ കടന്നു പോകുമ്പോൾ അത് 7 നിറങ്ങളായി വേർപിരിയുന്നത് പോലെ മനസ്സാകുന്ന പ്രിസത്തിലൂടെ യാഥാർത്ഥ്യം കടന്നു പോകുമ്പോൾ അത് വിഭജിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. നമ്മുടെ മനസ്സ് വസ്തുക്കളെ കഷ്ണങ്ങളായി മുറിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ യാഥാർത്ഥ്യം എന്നത് അംശമല്ല, അതൊരു പൂർണ്ണതയാണ്. അതുകൊണ്ട് യാഥാർത്ഥ്യത്തെ അറിയാൻ മനസ്സിൻ്റെ ഈ വിഭജന പ്രക്രിയ അവസാനിപ്പിക്കേണ്ടതുണ്ട്.
നമ്മളൊരു സ്ഥലത്ത് നിൽക്കുകയാണ്. പ്രഭാത സൂര്യൻ മനോഹരമായി ഉദിച്ചുയരുന്നുണ്ട്. എന്നാൽ നമ്മൾ കണ്ണുകൾ അടച്ചുകൊണ്ടാണ് നിൽക്കുന്നതെന്ന് കരുതിയാൽ ആ പ്രഭാതം അവിടെയുണ്ട് താനും. പക്ഷേ കണ്ണടിച്ചിരിക്കുന്നത് കൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം അവിടെ ഇരുട്ട് മാത്രമേ അല്ല ഉള്ളൂ. നമ്മൾ കണ്ണുകൾ തുറക്കുമ്പോൾ മാത്രമാണ് പ്രഭാതം നമുക്ക് യാഥാർത്ഥ്യമായി മാറുന്നത്. അതുപോലെ ഈ ലോകം ഇപ്പോഴേ ദൈവികമാണ്. പക്ഷെ നമ്മൾ അന്ധന്മാരാണ്. നമ്മുടെ അന്ധതയിൽ നമ്മൾ കാണുന്നതിനെ ലോകമെന്നും നമ്മിൽ നിന്ന് മറഞ്ഞിരിക്കുന്നതിനെ ദൈവികതയെന്നും വിളിക്കുന്നു. ഈ ലോകം തന്നെയാണ് പരമമായ ദൈവികത എന്ന് മനസ്സിലാക്കുന്നിടത്താണ് ധ്യാനത്തിൻ്റെ ഒന്നാമത്തെ വാതിൽ തുറക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ ഈ കാണുന്ന പ്രപഞ്ചം ഇപ്പോഴേ ദൈവികമാണെന്ന അതീവ ഗഹനമായ കാഴ്ചപ്പാടുള്ളത് കൊണ്ട് തന്നെ തന്ത്രശാസ്ത്രത്തിന് ഈ ലോകത്തിലുള്ള എല്ലാറ്റിനെയും അതേപടി സ്വീകരിക്കാൻ കഴിയും. ലോകത്തെ പാപമായി കാണുന്ന, ഈ പ്രകൃതിയെ ചീത്തയായി കാണുന്ന എല്ലാ പരമ്പരാഗത ചിന്തകളെയും തന്ത്ര പൂർണ്ണമായി നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഈ ലോകം തെറ്റാണെന്ന് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ ശരീരവും തെറ്റായിത്തീരും. കാരണം നമ്മുടെ ഈ ശരീരം ഈ ഭൗതിക ലോകത്തിൻ്റെ തന്നെ ഭാഗമാണ്. ലോകം പരമമായതിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു പ്രതിബന്ധമാണെന്ന് നമ്മൾ പറയുന്ന ആ നിമിഷം മുതൽ നമുക്കുള്ളിൽ വലിയൊരു കുറ്റബോധം നിറയാൻ തുടങ്ങും. ഒരിക്കൽ ഉള്ളിൽ കുറ്റബോധം വന്നാൽ പിന്നെ നമുക്ക് ഈ ജീവിതത്തെ ആസ്വദിക്കുവാനോ സ്വതന്ത്രമായി ജീവിക്കുവാനോ മനസ്സ് തുറന്നൊന്ന് ചിരിക്കുവാനോ കഴിയില്ല. അപ്പോൾ നമ്മളുടെ മുഖം എപ്പോഴും അതീവ ഗൗരവമുള്ളതായി മാറിപ്പോകും. ഇത്തരം ആത്മീയ ഗൗരവത്തിലൂടെ മനുഷ്യനുള്ളിൽ നിർജീവമായി മാറുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ലോകത്തോടുള്ള വെറുപ്പെന്നത് തലതിരിഞ്ഞ ആസക്തി മാത്രമാണെന്ന് ഓഷോ ഇവിടെ വിസ്തരിച്ച് വ്യക്തമാക്കുന്നുണ്ട്. പണത്തെ ഭയന്ന് പണം കൈകൊണ്ട് തൊടാതെ നാണയങ്ങൾ മുന്നിൽ വരുമ്പോൾ ഭയത്തോടെ കണ്ണുകളടയ്ക്കുന്ന പുണ്യാത്മാക്കൾ ഉള്ളിൽ പണത്തെക്കുറിച്ച് മാത്രം 24 മണിക്കൂറും ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന മാനസിക രോഗികളാണ്. പണത്തോട് വലിയ അത്യാഗ്രഹമുള്ളവർ തന്നെയാണ് പിന്നീട് പണത്തെ വെറുക്കുന്നവനായി മാറി ശീർഷാസനം ചെയ്യുന്നതും. വെറുപ്പും ആസക്തിയും ഒരേ നാണയത്തിൻ്റെ ഇരുവശങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് ലോകത്തോടും പണത്തോടും വികാരങ്ങളോടും ആസക്തിയോ വിരക്തിയോ ഇല്ലാതെ അത് എങ്ങനെയാണോ അതേപടി അതിനെ സ്വീകരിക്കുമ്പോൾ നമുക്കുള്ളിലെ ഊർജ്ജം മുഴുവൻ ഈ സമരത്തിൽ നിന്നും മോചിക്കപ്പെടുകയും അത് നമ്മെ വളരെ എളുപ്പത്തിൽ ഉള്ളിലേക്ക് നയിക്കുകയും ചെയ്യും. അതിനായി തന്ത്ര ഈ ലോകത്തെ നമ്മുടെ വിധിയായി നിയതിയായി പൂർണ്ണമായും സ്വീകരിക്കാൻ പറയുകയാണ്. ഇതിനെ മാറ്റിയെടുക്കുന്നതിനെക്കുറിച്ചോ നമ്മുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് മറ്റൊരു രീതിയിലാകുന്നതിനെക്കുറിച്ചോ ചിന്താകുലനാകാതിരിക്കണം. ഒരു തടസ്സവുമില്ലാതെ ഈ ലോകത്തെയും ശരീരത്തെയും പൂർണ്ണമായും സ്വീകരിക്കുന്ന ആ പശ്ചാത്തലത്തിൽ മാത്രമേ ഇനി നമ്മൾ പറയാൻ പോകുന്ന അതിലളിതമായ ഈ ശബ്ദവിദ്യയ്ക്ക് നമുക്കുള്ളിൽ വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുവാൻ കഴിയുകയുള്ളൂ. ബാഹ്യമായ ശബ്ദത്തെ എങ്ങനെയാണ് നമ്മുടെ ഹൃദയത്തിലേക്കുള്ള വികാരങ്ങളിലേക്കുള്ള ഒരു വലിയ പാലമാക്കി മാറ്റേണ്ടതെന്ന് നമുക്ക് നോക്കാം. തന്ത്രശാസ്ത്രത്തിൻ്റെ കാഴ്ചപ്പാടിൽ ശബ്ദമെന്നാൽ മനസ്സാണ്, വികാരമെന്നാൽ ഹൃദയമാണ്. ഹൃദയത്തിലേക്ക് നേരിട്ട് കടന്നു ചെല്ലുവാൻ നമ്മളെ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം അതീവ ബുദ്ധിമുട്ടാണ്. കാരണം എത്രയോ ജന്മങ്ങളായി ആ വലിയ വാതിൽ പൂർണ്ണമായും അടഞ്ഞു കിടക്കുകയാണ്. നമ്മളെപ്പോഴും ജീവിക്കുന്നത് നമ്മുടെ തലച്ചോറിലാണ്, ബുദ്ധിയിലാണ്. നമ്മൾ ഹൃദയത്തെക്കുറിച്ച് കവിത എഴുതും, പ്രണയത്തെക്കുറിച്ച് ഒരുപാട് സംസാരിക്കും. പക്ഷേ ആ ചിന്തകളും സംസാരിക്കുന്നതുമെല്ലാം തലച്ചോറിലിരുന്ന് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ വിചാരിക്കും നമ്മൾ ഹൃദയം കൊണ്ടാണ് സ്നേഹിക്കുന്നതെന്ന്. പക്ഷെ ആ സ്നേഹപ്രകടനങ്ങൾ പോലും വെറും മസ്തിഷ്ക ലീലകൾ മാത്രമാണ്. നമ്മുടെ ഭൗതിക ഹൃദയത്തിന് പുറകിൽ ഒളിഞ്ഞിരിക്കുന്ന അഗാധമായ ഒരു ആത്മീയ കേന്ദ്രമുണ്ട്.
അവിടേക്ക് മനസ്സിലൂടെ മാത്രമേ നമുക്ക് കടക്കുവാൻ കഴിയൂ. മനസ്സെന്നാലോ ശബ്ദങ്ങളുടെ വലിയൊരു കോലാഹലവുമാണ്. എല്ലാ ശബ്ദങ്ങളും ഉള്ളിൽ നിലയ്ക്കുമ്പോൾ അവിടെ മനസ്സില്ല, ശുദ്ധമായ മൗനം മാത്രമാണ്. ആ വലിയ കേന്ദ്രത്തിലേക്ക് കടക്കാൻ ആദ്യം നമ്മുടെ മനസ്സിന് പ്രിയപ്പെട്ട ഒരു പ്രത്യേക ശബ്ദത്തെ തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. നമുക്ക് വൈകാരികമായി അതീവ താല്പര്യമുള്ള, കേൾക്കുമ്പോൾ ഉള്ളിൽ ഒരു കുളിർമ തോന്നുന്ന ഏത് ശബ്ദവുമാകാം അത്. ഒരു ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം രാമൻ എന്ന വാക്കോ, ഒരു ക്രിസ്ത്യാനിക്ക് യേശു എന്ന വാക്കോ, അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ പ്രണവനാദമായ ഓം എന്ന ശബ്ദമോ ഇതിനായി ഉപയോഗിക്കാം. കാരണം ആ വാക്കുകൾ അവരുടെ രക്തത്തിലും അസ്ഥിയിലും പാരമ്പര്യമായി ആഴത്തിൽ വേരോടിയതാണ്. ഒരു പുതിയ വാക്ക് ബുദ്ധിപരമായി വളരെ കൊള്ളാമെന്ന് തോന്നിയാലും അത് ഹൃദയത്തിൻ്റെ അടിത്തട്ടിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ബുദ്ധിമുട്ടാണ്. കാരണം അതിനോട് നമുക്ക് വൈകാരികമായ ഒരടുപ്പവും ഉണ്ടാകില്ല. അബോധ മനസ്സിൻ്റെ ആഴങ്ങളിൽ കിടക്കുന്ന മാതൃഭാഷ പോലെയാണ് ഈ വൈകാരിക ശബ്ദങ്ങൾ പ്രവർത്തിക്കുന്നത്. 30 വർഷമായി ജർമ്മനിയിൽ താമസിച്ച് മാതൃഭാഷയെ പൂർണ്ണമായി മറന്നുപോയ ഒരാൾക്ക് രോഗം വന്ന് അബോധാവസ്ഥയിലായപ്പോൾ ജർമ്മൻ ഭാഷ മറന്ന് മാതൃഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങിയ ഒരു കഥ ഓഷോ എപ്പോഴും പറയാറുണ്ട്. ബോധാവസ്ഥയിൽ അയാൾക്ക് മാതൃഭാഷ ഓർമ്മയില്ലായിരുന്നു, എന്നാൽ അബോധാവസ്ഥയിൽ ജർമ്മനും ഓർമ്മയില്ലായിരുന്നു. ഉപരിതലത്തിൽ നമ്മൾ എന്ത് മാറ്റിയാലും അബോധ മനസ്സിലെ വികാരങ്ങളെ മാറ്റാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഏറ്റവും പുരാതനമായ മതങ്ങൾ മതപരിവർത്തനത്തിൽ വിശ്വസിക്കാത്തത്. കാരണം ബുദ്ധിയെ മാറ്റാം, പക്ഷേ ഹൃദയത്തിലെ വേരുകൾ മാറ്റാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് നമുക്ക് ഏറ്റവും സ്നേഹം തോന്നുന്ന ഒരു ശബ്ദം ഇതിനായി തിരഞ്ഞെടുക്കാം. ഒന്നുമില്ലെങ്കിൽ നമ്മളുടെ പേര് പോലും നമുക്ക് ഇതിനായി ഒരു മന്ത്രമായി ഉപയോഗിക്കാം. ഈ ശബ്ദം നമുക്കുള്ളിലെ വികാരങ്ങളെ ഉണർത്താനുള്ള ഒരു ഉപകരണം മാത്രമാണ്. പ്രിയമുള്ളവരെ, നമുക്കിനി ഈ വിദ്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രായോഗിക പരിശീലനക്രമം യാതൊരുവിധ സങ്കീർണതകളും ഇല്ലാതെ ലളിതമായ 4 ഘട്ടങ്ങളായി മനസ്സിലാക്കാം. ഇതിനായി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ശാന്തമായ ഒരു മുറി തിരഞ്ഞെടുക്കുക എന്നതാണ്. എന്നിട്ട് സുഖകരമായ രീതിയിൽ ഇരിക്കണം. ഒന്നാമത്തെ ഘട്ടത്തിൽ നമ്മൾ തിരഞ്ഞെടുത്ത ആ വൈകാരിക ശബ്ദം അല്ലെങ്കിൽ മന്ത്രം, അത് ഓം എന്നോ രാമ എന്നോ യേശു എന്നോ എന്തുമാകട്ടെ, അത് പുറത്ത് വ്യക്തമായി കേൾക്കുന്ന രീതിയിൽ ഉറക്കെ ഉച്ചരിക്കണം. നമ്മുടെ ചുറ്റുമുള്ള അന്തരീക്ഷം ആ ശബ്ദത്തിൻ്റെ പ്രകമ്പനം കൊണ്ട് നിറയുന്നത് അറിയണം. രണ്ടാമത്തെ ഘട്ടത്തിൽ പതുക്കെ ആ ശബ്ദത്തിൻ്റെ ഉച്ചശ്രുതി താഴ്ത്തിക്കൊണ്ടുവരണം. അത് നമ്മുടെ ചുണ്ടുകൾ മാത്രം അനങ്ങുന്ന രീതിയിൽ പുറത്ത് മറ്റാർക്കും കേൾക്കാൻ പറ്റാത്ത വിധത്തിൽ അതീവ മൃദുവായി ഉച്ചരിക്കണം. ഇപ്പോൾ ശബ്ദം പുറത്തുനിന്നും നമ്മുടെ ഉള്ളിലേക്ക് സഞ്ചരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. മൂന്നാമത്തെ ഘട്ടത്തിൽ ചുണ്ടുകളും അനക്കാതെ കണ്ണുകളടച്ച് നമുക്കുള്ളിൽ മാത്രം കേൾക്കാവുന്ന വിധത്തിൽ ആ ശബ്ദത്തെ വീണ്ടും കുറച്ചു കൊണ്ടുവരണം. അത് നമ്മുടെ ഉള്ളിൽ മാത്രം സ്പന്ദിക്കട്ടെ. എത്രത്തോളം ആ ശബ്ദം നേർത്ത് വരുന്നുവോ അത്രത്തോളം നമുക്കുള്ളിലെ വികാരം ഗാഢമായി മാറും. അവസാന ഘട്ടത്തിൽ ഉള്ളിലെ ആ നേർത്ത ശബ്ദത്തെയും പൂർണ്ണമായി ഉപേക്ഷിക്കണം. അപ്പോൾ അവിടെ വലിയൊരു മൗനത്തിൻ്റെ പൊട്ടിത്തെറി ഉണ്ടാകും. ചിന്തകളില്ലാത്ത ആ ശുദ്ധ മൗനത്തിലും ഉള്ളിൽ ഗാഢമായ ഒരു വികാരം മാത്രം ബാക്കിയാകും. അതൊരു വലിയ സ്നേഹാനുഭൂതിയാണ്. എന്നാൽ അത് പ്രത്യേകിച്ച് ആരോടും ഉള്ളതുമല്ല താനും. ഒരു വ്യക്തിയോടുള്ള സ്നേഹം ശിരസിലൂടെയുള്ളതാണ്. എന്നാൽ കേവലമായ ഈ സ്നേഹം ഹൃദയത്തിൻ്റെതാണ്. ആ ശബ്ദം പൂർണ്ണമായി ഇല്ലാതാകുമ്പോൾ നമ്മുടെ എല്ലാ പൊയ്മുഖങ്ങളും മാറി നമ്മൾ വെറുമൊരു മനുഷ്യനായി മാറും. ഈ വിദ്യ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലും പുറത്തും വലിയൊരു ഇളം ചൂട് നിറയുന്നത് നമുക്ക് അനുഭവിക്കാൻ കഴിയും. അത് മാനസികമായ അനുഭവം മാത്രമല്ല, തികച്ചും ശാരീരികമായ അനുഭവം കൂടിയാണ്. ഒരു അമ്മയുടെ ഗാഢമായ സ്നേഹവലയത്തിൽ എന്ന പോലെ നമ്മൾ സുരക്ഷിതനാകും. നിങ്ങൾക്കറിയാമോ, ഹിന്ദു ക്ഷേത്രങ്ങളിൽ ഏറ്റവും ഉള്ളിലെ മുറിയെ നമ്മൾ ഗർഭഗൃഹം എന്നാണ് വിളിക്കാറുള്ളത്. ആ മുറിയെ അമ്മയുടെ ഗർഭപാത്രം പോലെയാണ് നിർമ്മിച്ചിരിക്കുന്നത്.
വായുസഞ്ചാരമില്ലാത്ത ഒരൊറ്റ ചെറിയ വാതിൽ മാത്രം വെച്ച് നിർമ്മിച്ച ആ ഗർഭഗൃഹത്തിലിരുന്ന് ആ ക്ഷേത്രത്തിൻ്റെ മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ അവിടെ പ്രകമ്പനങ്ങളുടെ ഒരു വലിയ ആന്തരിക ഗർഭപാത്രം രൂപപ്പെടും. അവിടെ വെച്ച് മനുഷ്യനൊരു പുനർജന്മം സാധ്യമാക്കും. അതുകൊണ്ടാണ് പണ്ടുകാലത്ത് അന്യമതസ്ഥർക്കോ വെറും കാഴ്ചകൾ കാണാൻ വരുന്ന സന്ദർശകർക്കോ ക്ഷേത്രങ്ങളിൽ പ്രവേശനം നൽകാതിരുന്നത്. കാരണം അത് വിനോദസഞ്ചാര കേന്ദ്രമല്ല, മറിച്ച് സഹസ്രാബ്ദങ്ങളായി പ്രത്യേക ശബ്ദതരംഗങ്ങൾ കൊണ്ട് പൂരിതമാക്കിയ ഒരിടമാണ്. അവിടേക്ക് മറ്റൊരു ശബ്ദപ്രകൃതിയുള്ളയാൾ വരുമ്പോൾ ആ അന്തരീക്ഷം തകരാറിലാകും. അതുകൊണ്ട് ഈ ധ്യാനം തുറന്ന ആകാശത്തിന് താഴെ ഇരുന്ന് ചെയ്യരുത്. കാരണം ആകാശത്തെ മുഴുവൻ ശബ്ദം കൊണ്ട് നിറയ്ക്കാൻ നമുക്ക് കഴിയില്ല. നമ്മുടെ വീട്ടിൽ തന്നെ ഒരു ചെറിയ മൂലയോ അല്ലെങ്കിൽ ഒരു കൊച്ചുമുറിയോ തിരഞ്ഞെടുക്കണം. എല്ലാ ദിവസവും കൃത്യം ഒരേ സ്ഥലത്തും ഒരേ സമയത്തും ഇത് ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ ശരീരത്തിന് വിശപ്പും ഉറക്കവും നിയന്ത്രിക്കുന്ന ഒരു ആന്തരിക ഘടികാരമുള്ളതുപോലെ ഈ പ്രപഞ്ചത്തിനുമുണ്ട് ഒരു ഘടികാരം. ഓരോ ദിവസവും സമയം മാറ്റി ഭക്ഷണം കഴിക്കുകയും ഉറങ്ങുകയും ചെയ്താൽ മനുഷ്യൻ്റെ ആയുസ്സിൽ നിന്നും 10 വർഷം നഷ്ടപ്പെടുമെന്ന് ആധുനിക ശാസ്ത്രം പറയുന്നു. നേരെ മറിച്ച് കൃത്യസമയത്ത് നമ്മൾ ധ്യാനിക്കാനിരിക്കുമ്പോൾ ആ സ്ഥലവും സമയവും നമുക്കായി കാത്തിരിക്കും. ആ 2 സന്നദ്ധതകളും ഒന്നിച്ചു ചേരുമ്പോൾ ധ്യാനത്തിൻ്റെ ഫലം 1000 ഇരട്ടിയായി വർദ്ധിക്കും. ആ മുറിയെ ബിസിനസ് ആവശ്യങ്ങൾക്കോ ഷീട്ടുകളിക്കായോ ഉപയോഗിക്കാതെ നമ്മുടെ സ്വകാര്യതയ്ക്കായി ഒരു കൊച്ചു ക്ഷേത്രമായി കാത്തു സൂക്ഷിക്കണം. ശബ്ദത്തിൻ്റെ ആ നെട്ടൽ കണ്ടെത്തി ഉള്ളിലെ ആ വലിയ സ്നേഹസമുദ്രത്തിലേക്ക് നിങ്ങൾ ഉണരട്ടെ. ഒത്തിരി സ്നേഹത്തോടെ ദിവ്യബോധം. നന്ദി, നമസ്കാരം.